വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴയിലെ ഷീറ്റ് ടോയ്ലറ്റ് അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. 2019 7 ലക്ഷം രൂപ മുടക്കി നെഹ്റു പാർക്കിൽ മുനിസിപ്പൽ പാർക്കിനോട് ചേർന്ന് നിർമ്മിച്ച ഷീറ്റ് ടോയ്ലറ്റാണ് പ്രവർത്തനരഹിതമായി കിടക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി മൂവാറ്റുപുഴയിൽ ആരംഭിച്ച ഷീറ്റ് ടോയ്ലറ്റ് അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. നഗരമധ്യത്തിലെത്തുന്ന നൂറുകണക്കിന് വനിതകൾക്ക് ആശ്വാസമാകുന്ന രീതിയിൽ 2019 മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ മുനിസിപ്പൽ പാർക്കിനോട് ചേർന്നാണ് 7 ലക്ഷം രൂപ മുതൽ മുടക്കി ഷീറ്റ് ടോയ്ലറ്റ് നിർമ്മിച്ചത്. എന്നാൽ മൂവാറ്റുപുഴ നഗരത്തിലെത്തുന്ന നൂറുകണക്കിന് വനിതകൾക്ക് ആശ്വാസമാകേണ്ട ഷീറ്റ് ടോയ്ലറ്റ് പദ്ധതിയാണ് നാളുകളായി പ്രവർത്തനരഹിതമായി കിടക്കുന്നത്. 3 പേർക്ക് ഒരേ സമയം ഉപയോഗിക്കാവുന്ന രീതിയിലായിരുന്നു 2019 നഗരസഭയിലെ LDF ഭരണസമിതി ഷീറ്റ് ടോയ്ലറ്റ് വിഭാവനം ചെയ്തത്. നഗരമധ്യത്തിൽ സ്ത്രീകൾക്കായി മതിയായ ശുചിമുറി സൗകര്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഷീറ്റ് ടോയ്ലറ്റ് കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ കാലം മുതൽ അടഞ്ഞുകിടക്കുന്നത് പ്രതിഷേധത്തിനിടയാക്കുകയാണ്. നഗരമധ്യത്തിലുള്ള ഷീറ്റ് ടോയ്ലറ്റ് പദ്ധതി അടഞ്ഞുകിടക്കുന്നതോടെ നഗരത്തിലെത്തുന്ന വനിതകൾ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ബുദ്ധിമുട്ടുകയാണ്. വനിതകൾക്ക് ആശ്വാസമായ ഷീറ്റ് ടോയ്ലറ്റ് എത്രയും പെട്ടെന്ന് തുറന്നു നൽകാൻ നഗരസഭാ ചെയർപേഴ്സൺ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.